ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനുരാഗ്. ഞാനൊരു നേഴ്സാണ്. ഇസ്രായേൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അറിയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ, അവരിന്ന് നാട്ടിൽ തെരുവിൽ സമരത്തിലാണ്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആരെയും കുറ്റം പറയാനോ ഒന്നിനുമില്ല. അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ അവരോട് ഞാൻ പറയുന്നു, അവർ ചെയ്യുന്ന ന്യായമായ സമരം, അവർക്ക് ജീവിക്കാൻ വേണ്ട ന്യായമായ വേതനത്തിന് വേണ്ടിയുള്ള ആ സമരം പൂർണ്ണ വിജയമാകുന്നതിന് വേണ്ടി ആശംസിക്കുന്നു. അതിൻ്റെ കീഴിൽ UNAയുടെ കീഴിൽ അണിനിരക്കുന്ന എല്ലാ നഴ്സുമാർക്കും പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നു. അത് പൂർണ്ണ വിജയമാകുന്നതിന് വേണ്ടി മുഴുവൻ സപ്പോർട്ടും എൻ്റെ മറ്റുള്ള സഹോദരങ്ങൾ, അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണം എന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിന് പുറത്ത് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ജോലി ചെയ്യുന്ന എല്ലാ നഴ്സുമാരും ഇതിനു വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം വേറെ മാധ്യമങ്ങളോ ഒന്നും ഇത് ഏറ്റെടുക്കാനില്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, നമ്മൾക്ക് വേണ്ടി, അവർക്കെന്ന് പറയാനില്ല, നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു മാധ്യമങ്ങളുമില്ല, ഒരു പ്രമുഖ വ്യക്തികളുമില്ല, ഒരു നഴ്സുമാരുമില്ല, ഒരു പാർട്ടിക്കാരുമില്ല. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെങ്കിലും പ്രതികരിച്ച്, നമ്മളെങ്കിലും അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ നിന്നില്ല വേറെ ആരുമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിലുള്ള മറ്റുള്ള നഴ്സുമാരുടെ വിചാരം, പകുതിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പകുതിയിൽ മേലെ വിചാരം ഇത് തൃശ്ശൂർക്കാരുടെ മാത്രം പ്രശ്നമാണെന്നാണ്, അല്ലെങ്കിൽ എറണാകുളം വരെയുള്ള നഴ്സുമാരുടെ പ്രശ്നമാണെന്നാണ്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിലും മൊത്തം ഇതാണ് പ്രശ്നം. ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പ്രശ്നം. നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അവകാശം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനൊരു ഉറച്ച ഒരു സംഘടനയുടെ പിൻബലത്തോടു കൂടി മാത്രമേ ഇത് നേടാൻ പറ്റൂവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത് ഏറ്റവും കൂടുതൽ നഴ്സുമാരുള്ള, അത് വിദേശത്തേക്കും പുറത്തേക്കുമായിട്ട് പോകുന്നതും നാട്ടിലും വർക്ക് ചെയ്യുന്ന കോട്ടയത്തിനും പത്തനംതിട്ടയ്ക്കും ഇങ്ങനെ ഒരു വികാരമേ ഇല്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. അവർ ഇതിൽ സംഘടിക്കാത്തതിൽ വളരെ ദുഃഖമുണ്ട്. എല്ലാവർക്കും ഈ ഒരു ചിന്തയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, നമ്മളാരും കരുതുന്നില്ല. ആരും ജനിച്ച അന്ന് ഒരു കോട്ടയംകാരനും ഒരു ജില്ലക്കാരനും ഒരു നേഴ്സും പഠിച്ചിറങ്ങി അന്ന് വിദേശത്തേക്ക് പോയിട്ടില്ല. എല്ലാവരും ഈ ഇന്ത്യയിൽ പണിയെടുത്ത് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് വിദേശത്ത് പോയിട്ടുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ജോലിയുടെ ഇടയിൽ ഒരു ദിവസമെങ്കിലും പ്രതികരിക്കണം എന്ന് മനസ്സിൽ തീരുമാനിക്കാത്ത ഒരു നേഴ്സും ഉണ്ടാവാൻ ഇടയില്ല. അന്ന് പ്രതികരിക്കാൻ പറ്റാത്തത് നമ്മുടെ ബായ്ക്കേട്. ഇന്ന് പ്രതികരിക്കാൻ നമുക്കൊരു സംഘടന ഉണ്ടായി വന്നിരിക്കുന്നു. അതിൽ പ്രതികരിക്കാൻ തയ്യാറായി ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും വന്നിരിക്കുന്നു. അവരുടെ കൂടെ അണിചേരുക, നമുക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക. പിന്നെ ഞാൻ പുറത്തുള്ള എൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്, നമ്മളല്ലാതെ വേറെ ആരും ഒരു സപ്പോർട്ട് ചെയ്യാനില്ല. സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ വിദേശത്തുള്ള പല സ്ഥലങ്ങളിലും പണിയെടുക്കുന്നു. അവർക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരെ പോലെ അന്യനാട്ടുകാരെ സേവിക്കുന്നു. നമുക്ക് മാന്യമായ ജോലിയും സാലറിയും തരുന്നു അവർ. പക്ഷെ നമ്മൾ വിദേശത്ത് കിടക്കുമ്പോഴും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അപ്പനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും നാട്ടിൽ അസുഖങ്ങളും വരുന്നുണ്ട്, അവർക്കും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവരും പോകുന്നുണ്ട് ആശുപത്രിയിൽ. അവരെ നോക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള നഴ്സുമാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്.
അവർക്കും വേണ്ടേ നല്ലൊരു വേതനവും നല്ലൊരു ജീവിത സൗകര്യവും? അവർക്കും വേണ്ടേ? അത് നമ്മളെ പോലെങ്കിലും കുറച്ചെങ്കിലും അവർക്കും വേണ്ടേ? അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണ്ടേ? സഹകരിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാണ്, ഞാനൊരു ഇവിടെ ഇരിക്കുന്നു, പുറത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം കൂടിയും പറയാണ്. ചുരുങ്ങിയത് ആ സഹോദരങ്ങൾക്ക് നമ്മുടെ ഒരു ഒരു ദിവസത്തെ അല്ലെ അര ദിവസത്തെങ്കിലും സാലറിയെങ്കിലും കൊടുത്ത് അവരുടെ ആ വിജയത്തിന് വേണ്ട പൂർണ്ണ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. 3 ദിവസത്തോളമായ ഒരു സമരത്തിന് ഇറങ്ങുന്നു. അവർക്ക് കുടുംബങ്ങളുണ്ട്, എല്ലാമുണ്ട്. അവരവിടെ വരുന്നത് സാലറി ഇല്ലാതെയാണ്. സാലറി ഇല്ലാതെയും അവർ പല എമർജൻസി ടീമുകൾ ഉണ്ടാക്കുന്നു അറിയുന്നു. വർക്ക് ചെയ്യുന്നുണ്ട് അവർ സാലറി ഇല്ലാതെയും. സമരത്തിൽ നിന്നുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് സാലറി മേടിക്കാതെ എന്നും കൂടി നമ്മൾ കേൾക്കുന്നു. അവരെ നമ്മൾ കാണാതെ പോകരുത്. അവരും വിജയിക്കണം, അവർക്കും ജീവിക്കണം. എന്നും 3500 5000 മാത്രം മേടിച്ചാൽ പോരാ. അവരെ സപ്പോർട്ട് ചെയ്യണം. ഒരു മിനിമം നമ്മുടെ ഒരു അര ദിവസത്തെ സാലറിയിലും കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നു. അത് താല്പര്യമുണ്ടെങ്കിൽ യുഎനെയോ സംഘടന ഭാരവാഹികളോ അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുകയാണെങ്കിൽ സഹായിക്കാൻ തയ്യാറാവണം. വേറെ ഒരു മാർഗവുമില്ല, വേറെ ഒരു വരുമാനവുമില്ല ഈ സംഘടന ഓടിക്കാൻ. വേറെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വന്നു ചേരാനുമില്ല അവർക്ക് പൈസ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഒരുപാട് സംഘടനകൾ നാട്ടിൽ നിന്നും പള്ളിയിൽ നിന്നായാലും അമ്പലത്തിൽ നിന്നായാലും ഒരുപാട് പിരിവുകൾക്ക് നമ്മളെ സമീപിക്കാറുണ്ട്, നമ്മൾ കൊടുക്കാറുമുണ്ട്. നമ്മുടെ വർഗത്തിൽപ്പെട്ട, നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടി, അവരുടെ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾക്ക് അവരുടെ കൂടെ അണിചേരേണ്ട ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുന്നവർ ഇതിൽ സഹകരിക്കണം, അവരും സഹായിക്കണം. കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കുക, അവരുടെ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് പൂർണ്ണമായി ആശംസിച്ചുകൊണ്ട് ജയ് യുഎൻഎ വിജയിക്കട്ടെ. താങ്ക്സ്.